ഹായ് ഓൾ, ടോസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേട്ടിട്ട് ഹിന്ദി എക്സാമിനായി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ലാസ്റ്റ് 1 വീക്ക് പ്രിപ്പറേഷനിൽ ഉൾപ്പെടുത്തേണ്ട ചില ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും അതിൽ നിന്നും ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളും നമുക്ക് വിശദമായിട്ട് പരിചയപ്പെടാം. കേടെറ്റ്, സെറ്റ്, നെറ്റ്, സി-ടെറ്റ്, HSA, HSST, LP-UP, PSC തുടങ്ങിയ എലിജിബിലിറ്റി ടെസ്റ്റുകളിൽ കോച്ചിംഗ് ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നതിനോടൊപ്പം റിവിഷൻ ക്ലാസ്സസ്, ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ്, മോട്ടിവേഷൻ സെഷൻസ്, പേഴ്സണൽ മെൻറ്ററിംഗ്, സപ്പോർട്ട് എന്നിവയെല്ലാം ടോസ് അക്കാഡമി സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പരീക്ഷയോടടുക്കുമ്പോൾ നമുക്ക് വേണ്ടത് ഭയമല്ല, നേരെ മറിച്ച് ആത്മവിശ്വാസവും അതുപോലെ തന്നെ പരിശ്രമവുമാണ്. കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സും അതുപോലെ തന്നെ നിരന്തര പ്രയത്നവും ഒക്കെ നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കാനായിട്ട് സഹായിക്കും. ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്ന ടോപ്പിക്ക് പ്രഗതിവാദ് എന്നുള്ളതാണ്. ഛായാവാദിന് ശേഷം ഹിന്ദിയിൽ വികസിച്ചു വന്ന കാവ്യധാരയാണ് പ്രഗതിവാദ്. പ്രഗതിവാദ് എന്ന ശബ്ദം പ്രഗതി, വാദ് എന്നീ 2 വാക്കുകൾ കൂടിച്ചേർന്നാണ് ഉണ്ടായത്. പ്രഗതി എന്ന വാക്കിൻ്റെ അർത്ഥം ആഗെ പഠന, ദൂർ തക് ഗതിശീൽ രഹന എന്നൊക്കെയാണ്. വാദ് എന്ന വാക്കിൻ്റെ അർത്ഥം കിസി നിശ്ചിത ദൃഷ്ടികോൺ കെ ദായരെ മേ ബാന്ധന എന്നുള്ളതാണ്. ലക്ഷ്യബദ്ധ ഹോക്കർ നിരന്തർ ആകെ ബഡ്തേ ജാന എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ലക്ഷ്യ എന്നുള്ളതിൻ്റെ അർത്ഥം കുച്ച് ന കുച്ച് പ്രാപ്ത് കർണേക്ക് ഇച്ഛയാണ്. അതായത് എന്തെങ്കിലും ഒന്ന് നേടിയെടുക്കാനുള്ള ആഗ്രഹത്തെയാണ് നമ്മൾ ലക്ഷ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു ലക്ഷ്യം നേടിയെടുക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പ്രഗതിവാദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 1936 പ്രഗതിവാദ് തുടക്കം കുറിക്കുന്നത്. പ്രഗതിവാദ് എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ സ്ഥിതിയെ മാർക്സവാദി ദർശന്റെ കാഴ്ചപ്പാടിൽ കാണുന്ന ഒരു കാവ്യധാര കൂടിയാണ്. 1936 പ്രേംചന്ദിൻ്റെ അധ്യക്ഷതയിൽ ലക്നൌവിൽ ആരംഭിച്ച പ്രഗതിശീൽ ലേഖക സംഘിൽ നിന്നാണ് പ്രഗതിവാദിൻ്റെ ഉത്ഭവമെന്ന് കൂടുതൽ ആളുകളും കണക്കാക്കുന്നു. പ്രേംചന്ദ് ഈ ഒരു കാര്യം ഹൻസ് എന്ന പത്രികയിൽ പറഞ്ഞിട്ടുമുണ്ട്. പ്രഗതിവാദ്, പ്രഗതിശീൽ എന്നീ വാക്കുകൾ ഒരേ അർത്ഥം വരുന്നതാണെന്നും കണക്കാക്കുന്നു. സാമൂഹികമായിട്ടുള്ള തിന്മകൾക്ക് അവസാനം വരുത്തുക, പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളുടെ ശബ്ദമായി മാറുക, അല്ലെങ്കിൽ അവർക്ക് സമൂഹത്തിലേക്ക് ഉയർന്നു വരാനുള്ള അവസരങ്ങൾ കൊടുക്കുക, സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായിട്ടുള്ള തുല്യത ഉറപ്പുവരുത്തുക, സമൂഹത്തിലെ മറ്റ് ക്രൂരതകളും അന്യായങ്ങൾക്കുമൊക്കെ എതിരെ പ്രവർത്തിക്കുക തുടങ്ങിയവയാണ് ഈ ഒരു പ്രഗതിശീലത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആഗാമി കൽ, അതൊരു പത്രികയുടെ പേരാണ്. ഇതിൽ മുക്തിബോധിൻ്റെ ഒരു ലേഖനം പബ്ലിഷ് ചെയ്തിരുന്നു. അതിൻ്റെ പേര് പ്രഗതിവാദ് ഏക് ദൃഷ്ടി എന്നാണ്. 1943 താർ സപ്തക് വന്നതോടുകൂടിയാണ് പ്രഗതിവാദ് എന്നുള്ളത് ഉയർന്നു വരുന്നത്. ശോഷൺ കാ വിരോധ്, ശോഷകോം കെ പ്രതി ഘൃണ, ശോഷിതോം കെ പ്രതി സഹാനുഭൂതി, ഹിംസ, ക്രാന്തി ആദി കാ സമർത്ഥൻ, ആധ്യാത്മിക് മൂല്യോം കാ വിരോധ് തുടങ്ങിയവ പ്രഗതിവാദി കാവ്യത്തിൻ്റെ പ്രവർത്തികളാണ്. രാഷ്ട്രപ്രേം, മാതൃഭൂമി കെ പ്രതി പ്രേം ഔർ സമ്മാൻ കാ ഭാവ്, വിദേശി ദാസത കെ പ്രതി വിരോധ്, പൂഞ്ചിവാദി ഔർ സാമന്തവാദി ശക്തിയോം കെ വിരോധ് തുടങ്ങിയവയൊക്കെ പ്രഗതിവാദി രചനകളിൽ വ്യക്തമായിരുന്നു. സമൂഹത്തിലെ തിന്മകളൊക്കെ മാറിയിട്ട് സാമൂഹികമായിട്ടുള്ളൊരു നല്ല മാറ്റം കൊണ്ടുവരാനായിട്ട് ആഗ്രഹിച്ചിരുന്ന കവികളാണ് പ്രഗതിവാദി കവികൾ. പ്രഗതിവാദി കവികൾ സ്ത്രീയെ സഹയോഗിണിയായിട്ടും മസ്ദൂരിനായിട്ടും ശോഷിതയായിട്ടുമൊക്കെയാണ് കവിതകളിൽ ചിത്രീകരിച്ചിട്ടുള്ളത്. നിരാലയുടെ വഹ് തോട്ത്തി പത്തർ എന്ന രചന ഇതിനുദാഹരണമായിട്ട് പറയാവുന്നതാണ്. പ്രഗതിവാദി കവികളിൽ പ്രസിദ്ധരായിട്ടുള്ള ആളുകളാണ് കേദാർനാഥ് അഗ്രവാൾ, നാഗാർജുൻ, ശിവമംഗൾ സിംഗ് സുമൻ, ത്രിലോചൻ, രംഗേയ രാഘവ്, രാംവിലാസ് ശർമ്മ, മുക്തിബോധ്, ഷംഷേർ ബഹാദുർ സിംഗ് തുടങ്ങിയവരൊക്കെ. താർ സപ്തകിലെ കവികളിൽ മുക്തിബോധിൻ്റെ 17 കവിതകളും നേമിചന്ദ് ജൈനിൻ്റെ 11 കവിതകളും ഭരത് ഭൂഷൺ അഗ്രവാളിൻ്റെ 16 കവിതകളും പ്രഭാകർ മാജ്പേയിയുടെ 26 കവിതകളും ഗിരിജാകുമാർ മാഥുറിൻ്റെ 21 കവിതകളും രാംവിലാസ് ശർമ്മയുടെ 20 കവിതകളും അഗ്യേയിൻ്റെ 20 കവിതകളുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ഈ ഒരു മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ച ഒരു ചോദ്യം നമുക്ക് നോക്കാം. मार्क्सवादी चिंतन से प्रभावित हिंदी की प्रमुख साहित्य परंपरा. ഓപ്ഷനിലുള്ളത് നയി കവിത, ഛായാവാദ്, പ്രഗതിവാദ്, പ്രയോഗവാദ് എന്നിവയാണ്.
ശരിയായ ഉത്തരം പ്രഗതിവാദാണ്. അടുത്തതായിട്ട് നമുക്ക് പ്രയോഗവാദിനെ കുറിച്ച് നോക്കാം. 1943 അഗ്യേയ് 7 കവികളുടെ കവിതകളുടെ ഒരു സങ്കലൻ പബ്ലിഷ് ചെയ്തു. അതിൻ്റെ പേരാണ് താർ സപ്തക്. ഇതിൽ നിന്നുമാണ് പ്രയോഗവാദ് തുടങ്ങുന്നത്. അതായത് പ്രയോഗവാദ് കാ സൂത്രധാർ എന്നറിയപ്പെടുന്നത് താർ സപ്തകാണ്. താർ സപ്തകിൻ്റെ സമ്പാദകമായിട്ട് അറിയപ്പെടുന്നത് സച്ചിദാനന്ദ ഹീരാനന്ദ് വാത്സ്യായൻ അഗ്യേയാണ്. പ്രയോഗ വാദ് എന്നീ വാക്കുകൾ കൂടി ചേർന്നാണ് പ്രയോഗവാദ് എന്ന ശബ്ദമുണ്ടായത്. താർ സപ്തകിൽ നിന്നുമാണ് പ്രയോഗവാദ് ഉണ്ടായതെന്ന് നമ്മൾ കണ്ടു. താർ സപ്തകിനെ കുറിച്ച് നമുക്ക് പരിചയപ്പെടാം. 1943 താർ സപ്തക് നിർമ്മിക്കുന്നത്. ഇതിലെ കവികൾ ആരൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായും 7 കവികളാണ് താർ സപ്തകിൽ വരുന്നത്. അഗ്യേയ്, രാംവിലാസ് ശർമ്മ, ഗജാനൻ മാധവ് മുക്തിബോധ്, പ്രഭാകർ മാച്വേ ബലവന്ത്, നേമിചന്ദ്ര ജൈൻ, ഗിരിജാകുമാർ മാഥുർ, ഭരത് ഭൂഷൺ അഗ്രവാൾ എന്നിവരാണ് ഈ 7 കവികൾ. 1943 താർ സപ്തക് നിർമ്മിക്കുന്നു. ശേഷം 1951 ദൂസര സപ്തക്, 1959 തീസര സപ്തക്, 1979 ചൗഥ സപ്തക് എന്നിങ്ങനെയാണ് താർ സപ്തകിൽ പിന്നീട് വന്നിട്ടുള്ള ക്രമം. ഇതുവരെ 4 താർ സപ്തകുകളാണ് പ്രകാശനം ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഓരോ 8 വർഷം കൂടുമ്പോഴാണ് താർ സപ്തക് പബ്ലിഷ് ചെയ്തുകൊണ്ടിരുന്നത്. അഗ്യേയിൻ്റെ സമ്പാദനയിലാണ് ഈ 4 സപ്തകും പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇതിലെ പ്രഥം സപ്തകാണ് താർ സപ്തക് എന്നറിയപ്പെടുന്നത്. ഈ പ്രഥം സപ്തകായ താർ സപ്തകിൽ 7 കവികളാണ് ഉണ്ടായിരുന്നത് നമ്മൾ പറഞ്ഞു. ഈ താർ സപ്തകിൻ്റെ പ്രകാശനിലൂടെയാണ് പ്രയോഗവാദ് തുടങ്ങിയത് എന്നും അറിയപ്പെടുന്നു. താർ സപ്തക് എന്ന് പറയുന്നത് ഒരു കാവ്യ സംഗ്രഹമാണ്. 7 കവികളുടെ രചനകളാണ് ഈ താർ സപ്തകിൽ ചെയ്തിട്ടുള്ളത്. സപ്തക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാത്ത് എന്നാണ്. അതായത് സാത് കവിയോം കാ സമൂഹ എന്നുള്ളതാണ് സപ്തക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. താർ സപ്തകിൻ്റെ വരവോടുകൂടിയാണ് നയി കവിതയ്ക്കും തുടക്കം കുറിക്കുന്നത്. അഗ്യേയ് താർ സപ്തകിലെ കവികളെ രാഹോം കാ അന്വേഷി എന്നാണ് വിളിച്ചിട്ടുള്ളത്. താർ സപ്തക് എന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ച ഒരു ചോദ്യം നമുക്ക് നോക്കാം. താർ സപ്തക് കാ പ്രകാശൻ കബ് ഹുവ? 1935, 1943, 1951, 1959 എന്നിവയാണ് ഓപ്ഷനിലുള്ളത്. ശരിയായ ഉത്തരം വരുന്നത് നമ്മൾ പറഞ്ഞു താർ സപ്തക്. ആദ്യത്തെ സപ്തകായ താർ സപ്തക് തുടങ്ങുന്നത് 1943 അതുകൊണ്ട് ശരിയായ ഉത്തരം 1943 എന്നുള്ളതാണ്. ഏറ്റവും ആദ്യമായിട്ട് പ്രയോഗവാദ് എന്ന വാക്ക് പ്രയോഗിച്ചിരിക്കുന്നത് നന്ദദുലാരെ വാജ്പേയി ആണ്. അദ്ദേഹത്തിൻ്റെ ഒരു എസ്സേ ആണ് പ്രയോഗവാദി രചനായി. ഇതിലാണ് ആദ്യമായിട്ട് പ്രയോഗവാദ് എന്ന വാക്ക് പ്രയോഗിച്ചിരിക്കുന്നത്. നന്ദദുലാരെ വാജ്പേയി പ്രയോഗവാദിനെ ബൈഠെ ഠാലെ കാ ധന്ധ എന്ന് വിളിച്ചിട്ടുണ്ട്. ഫ്രോയിഡിൻ്റെ മനോവിശ്ലേഷൺവാദിൻ്റെയും TS ഇലിയറ്റിൻ്റെ നിർവൈയക്തികതാ സിദ്ധാന്തത്തിൻ്റെയും സ്വാധീനം പ്രയോഗവാദിലുണ്ട്. അതുപോലെ തന്നെ ഫ്രാൻസിലെ പ്രതീകവാദ ആന്തോളൻ്റെയും സ്വാധീനം പ്രയോഗവാദിൽ കാണാൻ സാധിക്കും. പ്രയോഗവാദം എന്ന് പറയുന്നത് ഇതുവരെ പ്രചരിച്ചിട്ടുള്ള കാവ്യധാരകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണ്. അതായത് സത്യത്തെ അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള അന്വേഷണമാണ് ഇവിടെ നടക്കുന്നത്. പാശ്ചാത്യ സാഹിത്യത്തിൻ്റെ സ്വാധീനവും പ്രയോഗവാദിൽ പ്രകടമാണ്. അഗ്യേയ് പ്രഗതിവാദിനെ പ്രയോഗശീൽ എന്ന് വിളിക്കുന്നതാണ് കൂടുതൽ ഉചിതമെന്ന് കണക്കാക്കുന്നുണ്ട്. ചോദിച്ച ഒരു ചോദ്യം നോക്കാം. ഇൻമേം പ്രയോഗവാദ സെ സംബന്ധിത കാവ്യ സംഗ്രഹ്. ഓപ്ഷനിലുള്ളത് മധുശാല, ചിദംബര, താർ സപ്തക്, ഭാരത് ഭാരതി എന്നിവയാണ്. ശരിയായ ഉത്തരം നമുക്കറിയാം. പ്രയോഗവാദവുമായിട്ട് ബന്ധപ്പെട്ടത് താർ സപ്തക് എന്ന കാവ്യസംഗ്രഹമാണ്. ഇപ്പോൾ നമ്മൾ കണ്ട ചോദ്യത്തിൽ മറ്റ് ഓപ്ഷനുകളായിട്ടുണ്ടായിരുന്നത് മധുശാല, ചിദംബര, ഭാരത് ഭാരതി എന്നീ രചനകളാണ്. ഇവയെക്കുറിച്ചുകൂടി നമുക്കൊന്ന് നോക്കാം. ചിദംബര എന്ന രചന ഗോസായി ദത്ത് എന്നറിയപ്പെടുന്ന സുമിത്രാനന്ദൻ പന്തിൻ്റെ കവിതാ സംഗ്രഹമാണ്. 1958 ചിദംബര പബ്ലിഷ് ചെയ്യുന്നത്. 1968 ജ്ഞാൻപീഠ് പുരസ്കാരമൊക്കെ ലഭിച്ച ഒരു കവിതാ സംഗ്രഹമാണ് സുമിത്രാനന്ദൻ പന്തിൻ്റെ ചിദംബര എന്ന രചന. ഭാരത് ഭാരതി രാഷ്ട്രകവി മൈഥിലി ശരൺഗുപ്തജിയുടെ
ദേശസ്നേഹത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പ്രസിദ്ധമായ കാവ്യമാണ്. മൈഥിലി ശരൺ ഗുപ്തജിയുടെ ജയന്തി എല്ലാ വർഷവും കവി ദിവസമായിട്ട് ആചരിക്കുന്നൊക്കെയുണ്ട്. ഇനി മറ്റൊരു രചനയായിരുന്നു മധുശാല. ഹിന്ദിയിലെ പ്രസിദ്ധ കവിയും ലേഖകനുമൊക്കെയായ ഹരിവംശറായ് ബച്ചൻ്റെ കവിതാ സംഗ്രഹമാണ് മധുശാല. സൂഫിവാദ ദർശനാണ് ഇതിൽ വരുന്നത്. ഓക്കെ, മധുശാലയുടെ രചയിതാവായ ഹരിവംശറായ് ബച്ചനെ കുറിച്ച് ചോദിച്ച ഒരു ചോദ്യം നമുക്ക് നോക്കാം. ചോദ്യം ഇങ്ങനെയാണ്: ഹരിവംശറായ് ബച്ചൻ കി ആത്മകഥ. ഓപ്ഷനിലുള്ളത് ക്യാ ഭൂലൂം ക്യാ യാദ് കരൂം, നീഡ് കാ നിർമാൺ ഫിർ, ബസേരെ സെ ദൂർ, ഉപര്യുക്ത് സഭി. ഹരിവംശറായ് ബച്ചൻ്റെ രചനകളിൽ കാവ്യങ്ങളാണ് മധുശാല, മധുബാല, മധുകലശ്, നിശാ നിമന്ത്രൺ, ഏകാന്ത സംഗീത്, സദരംഗിനി, മിലൻ യാമിനി, ആകുൽ അന്തർ, ബുദ്ധ് ഔർ നാച്ച് ഘർ, പ്രണയപത്രിക, ആരതി ഔർ അങ്കാർ തുടങ്ങിയവ. അദ്ദേഹത്തിൻ്റെ ആത്മകഥകളാണ് ക്യാ ഭൂലൂം ക്യാ യാദ് കരൂം, നീഡ് കാ നിർമാൺ ഫിർ, ബസേരെ സെ ദൂർ, ദശദ്വാർ സെ സോപാൻ തക്, പ്രവാസ് കി ഡയറി തുടങ്ങിയവ. ഇതിൽ ക്യാ ഭൂലൂം ക്യാ യാദ് കരൂം എന്ന ആത്മകഥ 1969 എഴുതിയത്. നീഡ് കാ നിർമാൺ ഫിർ 1970 ബസേരെ സെ ദൂർ 1977 ദശദ്വാർ സെ സോപാൻ തക് 1985 രചിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം ഉപര്യുക്ത് സഭി എന്നുള്ളതാണ്. അതായത് ഹരിവംശറായ് ബച്ചൻ്റെ ആത്മകഥകളുടെ പേരാണ് ബാക്കി തന്നിട്ടുണ്ടായിരുന്ന 3 ഓപ്ഷനുകളും. ക്യാ ഭൂലൂം ക്യാ യാദ് കരൂം, നീഡ് കാ നിർമാൺ ഫിർ, ബസേരെ സെ ദൂർ മുതലായവ അദ്ദേഹത്തിൻ്റെ ആത്മകഥകളാണ്. ഇനി ലോകപ്രിയ ഉപന്യാസകാർ, കഹാനിക്കാർ, വിചാരക് എന്നീ നിലകളിലൊക്കെ പ്രശസ്തനായ ധൻപത് റായ് ശ്രീവാസ്തവ് എന്ന പേരിലുള്ള പ്രേംചന്ദിനെ കുറിച്ചുള്ളൊരു ചോദ്യമാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അതിനു മുൻപായിട്ട് പ്രേംചന്ദിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. അദ്ദേഹത്തിൻ്റെ സാഹിത്യത്തിൻ്റെ മുഖ്യ വിശേഷത എന്ന് പറയുന്നത് ആദർശോന്മുഖ യഥാർത്ഥവാദമാണ്. 1880 ജൂലൈ 31 ഉത്തർപ്രദേശിലെ വാരണാസിയിലാണ് ഇദ്ദേഹം ജനിച്ചത്. വാരണാസിയിലെ ലമഹി എന്ന ഗ്രാമത്തിൽ ഒരു കായസ്ഥ പരിവാറിലാണ് പ്രേംചന്ദിൻ്റെ ജനനം. ശിവറാണി ദേവിയാണ് പ്രേംചന്ദിൻ്റെ പത്നി. പ്രേംചന്ദിൻ്റെ ആദ്യത്തെ കഹാനി സംഗ്രഹമാണ് സോജെ വദൻ. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഹിന്ദി ഉപന്യാസമാണ് സേവാസദൻ. സേവാസദൻ, പ്രേമാശ്രം, രംഗഭൂമി, നിർമ്മല, ഗബൻ, കർമ്മഭൂമി, ഗോദാൻ തുടങ്ങിയവയൊക്കെ അദ്ദേഹത്തിൻ്റെ ഉപന്യാസ് അഥവാ നോവലുകളാണ്. കഫൻ, പൂസ്കി രാത്, പഞ്ച് പരമേശ്വർ, ബഡേ ഘർ കി ബേട്ടി, ബൂട്ടി കാക്കി, ദോ ബൈലോങ്കി കഥ തുടങ്ങി ഏകദേശം 300-ലധികം കഥകളും ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. പ്രേംചന്ദിൻ്റെ അന്തിം പൂർണ്ണ ഉപന്യാസാണ് ഗോദാൻ. അദ്ദേഹത്തിൻ്റെ അധൂര ഉപന്യാസാണ് മംഗൾസൂത്ര. പ്രേംചന്ദിനെ കുറിച്ച് ചോദിച്ച ചോദ്യം നമുക്ക് നോക്കാം. പ്രേംചന്ദ് കി കഹാനി പൂസ്കി രാത് മേ കിസ്കാ ചിത്रण है. ഓപ്ഷനിലുള്ളത് കൃഷക് ജീവൻ കി സമസ്യ, രാജനീതിക് സമസ്യ, ദേശ് വിഭാജൻ കി സമസ്യ, ദഹേജ് പ്രഥ കി സമസ്യ എന്നിവയാണ്. പൂസ്കി രാത് പ്രേംചന്ദിൻ്റെ യഥാർത്ഥവാദി കഹാനിയാണ്. ഒരു ദരിദ്ര കർഷകന്റെ ജീവിതത്തിലെ ദയനീയമായിട്ടുള്ള അവസ്ഥകളെയാണ് ഈ ഒരു രചനയിലൂടെ പ്രേംചന്ദ് പങ്കുവച്ചിരിക്കുന്നത്. ഇതിലെ പ്രധാന കഥാപാത്രമാണ് ഹൽക്കു, അതുപോലെ തന്നെ ഹൽക്കുവിൻ്റെ ഭാര്യയായ മുന്നി. അപ്പോൾ നമ്മുടെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് കൃഷക ജീവൻ കി സമസ്യ എന്നുള്ളതാണ്. പ്രേംചന്ദിൻ്റെ കഥയായ പൂസ്കി രാത്തിലെ പ്രധാന വിഷയം അല്ലെങ്കിൽ അതിൽ ചിത്രീകരിച്ചിരിക്കുന്ന പ്രധാന കാര്യം എന്ന് പറയുന്നത് കൃഷക ജീവൻ കി സമസ്യ എന്നുള്ളതാണ്. ഇനി മറ്റൊരു ചോദ്യം കൂടി നോക്കാം. പ്രിയ പ്രവാസ് ഖടിബോലി കി ശ്രേഷ്ഠ രചന ഹെ, ഇസ്കെ രചനാകാർ കോൻ ഹെ. ഓപ്ഷനിലുള്ളത് ഭാരതേന്ദു ഹരിശ്ചന്ദ്ര, മതിറാം, മഹാവീർ പ്രസാദ് ദ്വിവേദി, അയോധ്യ സിംഗ് ഉപാധ്യായ ഹരിയോദ് എന്നിവയാണ്. ആധുനിക് ഹിന്ദി സാഹിത്യത്തിലെ പ്രഥം സഫൽ മഹാകാവ്യമാണ് പ്രിയപ്രവാസ്. അയോധ്യ സിംഗ് ഉപാധ്യായ ഹരിയോദ് രചിച്ച മഹാകാവ്യമാണ് പ്രിയപ്രവാസ്. പ്രിയപ്രവാസ് ഒരു വിരഹകാവ്യമാണ്. സംസ്കൃത ഭാഷയാണ് ഇതിൽ പ്രയോഗിച്ചിട്ടുള്ളത്. ഇതിൽ 17 സർഗങ്ങളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്.
ശ്രീകൃഷ്ണന്റെ ജനനത്തെക്കുറിച്ചും യൗവനത്തെക്കുറിച്ചും കൃഷ്ണന്റെ ബ്രജിൽ നിന്നും മധുരയിലേക്കുള്ള യാത്രയെക്കുറിച്ചും തിരിച്ചു മടങ്ങിവരവിനെക്കുറിച്ചും ഒക്കെയുള്ള വർണ്ണനകൾ പ്രിയപ്രവാസ് എന്ന മഹാകാവ്യത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ശ്രീകൃഷ്ണനെ ഭഗവാനായിട്ടല്ല, മറിച്ച് മഹാപുരുഷനായിട്ടും ജനനായകനായിട്ടും ഒക്കെ ചിത്രീകരിച്ചിട്ടുള്ള ഒരു മഹാകാവ്യമാണ് പ്രിയപ്രവാസ്. ഖടിബോലിയിലെ പ്രഥം മഹാകാവ്യമായിട്ടാണ് പ്രിയപ്രവാസ് കണക്കാക്കുന്നത്. അപ്പോൾ നമ്മുടെ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം അയോധ്യ സിംഗ് ഉപാധ്യായ ഹരിയൗദ് എന്നതാണ്. പ്രിയപ്രവാസ് എന്ന ഖടിബോലിയിലെ ഈ ശ്രേഷ്ഠ രചന അയോധ്യ സിംഗ് ഉപാധ്യായ ഹരിയൗദിൻ്റേതാണ്. പ്രിയപ്രവാസ് മേം കിത്തനെ സർഗ് ഹേ എന്നുള്ളതും ക്വസ്റ്റ്യനായിട്ട് മുൻപ് ചോദിച്ചിട്ടുള്ളതാണ്. കൃത്യമായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് 17 ആണ്. പ്രിയപ്രവാസിൽ 17 സർഗങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ മുൻ വർഷങ്ങളിൽ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസിലൂടെ അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെട്ടു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.